വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അവിടെ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ പങ്കുവയ്ക്കുകയാണ്. മാവോയിസ്റ്റ് ഭീകര സംഘടനകൾ തകരുന്നു എന്നുള്ളതാണ്. നേതൃത്വത്തിൽ വലിയ ഭിന്നതയുണ്ടായിരിക്കുന്നു. ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായി ഒരു വിഭാഗം നേതാക്കൾ വരുമ്പോൾ പോരാട്ടം തുടരുമെന്ന് മറുവിഭാഗം പറയുകയാണ്. മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ടതോടെയാണ് ഒരു വിഭാഗം ഭീകരർ കീഴടങ്ങാൻ തയ്യാറാകുന്നത്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്നത് ഒരു ഓർമ്മയായി മാറാൻ ഇനിയും അധികം കാലം വേണ്ടിവരില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആധുനിക ഭാരതത്തിൻ്റെ ചാണക്യനെന്നും സർദാർ വല്ലഭഭായ് പട്ടേലിന് ശേഷം ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി എന്ന ഖ്യാതിയൊക്കെയുള്ള അമിത്ഷാ പറയുന്നത് 2026 മാർച്ച് എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരെ മുഴുവൻ കെട്ടുകെട്ടിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഈ ഇവരുടെ ഇടയിലെ ഭിന്നതയുടെ കാരണം? ജിഷ്ണു പറയൂ. ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. രാജ്യത്തെ ജനാധിപത്യം തോക്കിൻ കുഴലിലൂടെ അട്ടിമറിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ സ്വപ്നം കാണുന്ന ചുവപ്പൻ ഭീകരത, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം രാജ്യത്ത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അവരുടെ ശക്തി ക്ഷയിക്കുന്നു. ലഭിച്ചിരുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാൻ ഒരു പ്രദേശത്തെങ്കിലും അല്ലെങ്കിൽ ചില ഗ്രാമങ്ങളിൽ നേടിയെടുക്കാൻ സാധിച്ചിരുന്ന ജനപിന്തുണ കുറയുന്നു, അംഗബലം കുറയുന്നു. അത്തരത്തിൽ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഭീകരവാദം എന്നുള്ളത് ഗൗതം സൂചിപ്പിച്ചതുപോലെ അതൊരു ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് നേതൃത്വത്തിനിടയിൽ വലിയ ഭിന്നതയുള്ളത്. അടുത്ത സമയത്താണ്, ദിവസങ്ങൾക്ക് മുൻപാണ് നിലവിൽ ഈ മാവോയിസ്റ്റ് ഭീകരവാദത്തിൻ്റെയും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മല്ലോജുല വേണുഗോപാൽ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണെന്നും അതിനുവേണ്ടി ഒരു മാസത്തോളം വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നുമുള്ള അപേക്ഷ രാജ്യത്തെ സുരക്ഷാ സേനയ്ക്കും രാജ്യത്തെ ഭരണകൂടത്തിനും മുൻപിൽ വെച്ചിട്ടുള്ളത്. അതിനെയാണ് ഇപ്പോൾ നേതൃത്വത്തിലെ ചിലർ എതിർക്കുന്നത്. അത്തരത്തിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ താല്പര്യമുള്ളവർക്ക് പോകാം, പക്ഷേ ഈ ഒരു മാവോയിസ്റ്റ് ഭീകരവാദം അല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറുള്ളവർക്ക് വിട്ടുപോകാം, പോരാട്ടം തുടരും എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നേതൃത്വത്തിനുള്ളിൽ തന്നെ നിലവിൽ മാവോയിസ്റ്റ് ഭീകരവാദത്തെ നിയന്ത്രിക്കുകയും അതിൻ്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഈ നേതൃത്വത്തിനിടയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ആയുധം വെച്ച് കീഴടങ്ങണമെന്നും മറുവിഭാഗം ആളുകൾ അതല്ല പോരാട്ടം തുടരണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് എത്തുകയും നേതൃത്വത്തിനിടയിൽ വലിയ ഭിന്നത ഉണ്ടാവുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിരവധി കമാൻഡർമാരെയാണ്, പ്രത്യേകിച്ച് 2 ദിവസം മുൻപ് നാരായൺപൂർ മേഖലയിൽ മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന വനമേഖലയിൽ സുരക്ഷാ സേന നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ സർക്കാർ തലയ്ക്ക് 40 ജിഷ്ണു അത് തന്നെയാണ്. അതായത് ഈ ഭീകരതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ഇതൊരു ഭീകരതയാണ്. അതായത് ആയുധങ്ങൾ എടുത്തുകൊണ്ട് ആയുധങ്ങളിലൂടെ അല്ലെങ്കിൽ തോക്കും കുഴലിലൂടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. നമുക്ക് അറിയാം, 47-ൽ രാഷ്ട്രം വിഭജിക്കുന്ന കാലത്തൊക്കെ ഭാരതമെന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ തയ്യാറായിരുന്നില്ല. അന്ന് കൊൽക്കത്ത തീസിസിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെ ലഭിച്ചത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്നും ജനാധിപത്യത്തെ അംഗീകരിക്കില്ല എന്നുമൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഒക്കെ ആ നിലപാടിൽ നിന്നും പോയി. എങ്കിലും ഈ പറയുന്ന നക്സലുകളും മാവോയിസ്റ്റുകളും എന്താണ് ചെയ്തത്? ആയുധമെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസം കൊണ്ടുവരിക, ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നതായിരുന്നല്ലോ ഈ കൂട്ടരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത്. പക്ഷേ ഇപ്പോഴീ ആയുധം വെച്ച് കീഴടങ്ങുന്നുവെന്ന് പറയുമ്പോൾ അതിൽ ഭയത്തിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. കാരണം നമ്മുടെ സുരക്ഷാ സേന അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും അവിടുത്തെ വനമേഖലകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തെരഞ്ഞു പിടിച്ച് വധിക്കുകയാണ് നമ്മുടെ കരുത്തുറ്റ സുരക്ഷാ സേന. അപ്പോൾ ഈ ഭയം കൃത്യമായി ഈ ഭീകരരിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് ഈ കൂട്ടർ എത്തുന്നു എന്ന് വേണ്ടേ കണക്ക് കൂട്ടാൻ ജിഷ്ണു? തീർച്ചയായും വളരെ കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന തയ്യാറാക്കിയിരുന്നു. അതിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേതൃത്വം നൽകുന്നത് CRPFന്റെ കോബ്ര യൂണിറ്റാണ്. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക, അതല്ലെങ്കിൽ അതിശക്തമായ സൈനിക നടപടി നേരിടുക എന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി ഗൗതം സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. ഭയം എന്താണ് എന്നുള്ളത് മാവോയിസ്റ്റ് ഭീകരർ അറിയുകയും ആയുധം വെച്ച് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന കൃത്യമായ തിരിച്ചറിവാണ് നിലവിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ ഈ ഭീകരരെ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് 2026 മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഒപ്പം നേരത്തെ ബസ്തർ ആണെങ്കിലും നാരായൺപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒരു വിഭാഗം ജനങ്ങളുടെയെങ്കിലും പിന്തുണ നേടിയെടുക്കാൻ മാവോയിസ്റ്റ് ഭീകരർക്ക് സാധിച്ചിരുന്നു. അത്തരം ഗ്രാമങ്ങളിലേക്ക് വികസനം എത്താതെ, സർക്കാരിന്റെ നടപടികൾ എത്താതെ, മറ്റൊരാൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇരുണ്ട ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടങ്ങളിലേക്ക് ഇന്ന് വികസനത്തിന്റെ വെളിച്ചമെത്തുന്നു.
രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നു, സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകൾ വിരലിൽ എണ്ണാവുന്ന രീതിയിലേക്ക് രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിൽ, ഛത്തീസ്ഗഡ് തെലങ്കാന, ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഈ പ്രദേശങ്ങളിലെ വനമേഖലയിൽ മാത്രമായി ഒളിച്ചിരിക്കുന്ന ഒരു ഭയമുള്ള സംഘടനയായി മാവോയിസ്റ്റ് ഭീകരവാദം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ഭീകരവാദത്തിനുള്ളിലെ തന്നെ ചില പ്രമുഖ നേതാക്കൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ് എന്ന പ്രസ്താവന നടത്തുകയും അതിന് സർക്കാരിനോട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറുവിഭാഗം ഒരു കൂട്ടം ഭീകരർ ഇപ്പോഴും പോരാട്ടം തുടരും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അക്കൂട്ടരുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം വളരെ കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ആയുധം വെച്ച് കീഴടങ്ങുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ധനസഹായവും പുനരധിവാസ പദ്ധതിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അതല്ലാത്തവർക്ക് അതിശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത്. ഗൗതം. മാവോയിസ്റ്റ് ഭീകര സംഘടനകൾ നമ്മുടെ രാജ്യത്ത് തകരുകയാണ്. നേതൃത്വത്തിൽ വലിയ ഭിന്നത ഉണ്ടാകുന്നു. ഒരു വിഭാഗം നേതാക്കന്മാർ ആയുധം വെച്ച് കീഴടങ്ങണം, ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഇനിയും പഴയ ഗറില്ല യുദ്ധമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഈ ആളുകളുടെ ഇടയിൽ, ഈ ഭീകരർക്കിടയിൽ തന്നെ ഇപ്പോൾ ഭിന്നതയുണ്ടായിരിക്കുന്നു. പക്ഷേ അതിനിടയിലും ഛത്തീസ്ഗഡിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നൊക്കെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ സ്കൂളുകൾ തുടങ്ങാൻ അനുവദിക്കാതിരുന്ന, നല്ല റോഡുകൾ പണിയാൻ അനുവദിക്കാതിരുന്ന, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കാതിരുന്ന, അത്തരം കൊടും ഭീകരത നിലനിന്നിരുന്ന, ആളുകൾക്ക് സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായി കമ്മ്യൂണിസ്റ്റുകൾ നിലനിന്നിരുന്ന അത്തരം ഗ്രാമങ്ങളിലൊക്കെ ജനാധിപത്യത്തിൻ്റെ വെളിച്ചം എത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചരിത്രത്തിലാദ്യമായി അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്ലസൻ്റായിട്ട് വേണം നമ്മൾ അതിനെയൊക്കെ നോക്കിക്കാണാൻ. അത്തരം റിപ്പോർട്ടുകളൊക്കെ ജനം TV പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ജിഷ്ണു കൃഷ്ണൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഒരു നല്ല വാർത്ത തന്നെയാണ്. ഈ ഭീകര സംഘടനകൾക്കിടയിലൊക്കെ ഭിന്നതയുണ്ടാകുന്നു. അവരിലും ഒരു വിഭാഗം ആളുകളൊക്കെ തോക്കൊക്കെ വെച്ച് ഇപ്പോൾ കീഴടങ്ങാൻ തയ്യാറാവുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് പത്തി വിടർത്തിയാടിയ ചുവപ്പ് ഭീകരത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത ഏതാണ്ട് ചരിത്രത്തിലേക്ക് മായുന്നു എന്നാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.